വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്ന് 6ാം ദിനമാണ്. ഇതുവരെ 366 പേർ മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക്. 6 സോണുകളായി തിരിച്ചായിരുന്നു ഇതുവരെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ദുരന്തഭൂമിയിൽ കാണാതായവരുടെ കൃത്യമായ എണ്ണം ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. ചാലിയാറിൽ 2 ഭാഗങ്ങളിലായി തിരച്ചിൽ നടക്കുമെന്ന്. ചാലിയാറിലെ തിരച്ചിൽ നാളെ അവസാനിപ്പിക്കും എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ദൗത്യം അവസാന ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. ഇന്ന് വരെയുള്ള അനൌദ്യോഗിക കണക്കനുസരിച്ച് 366 മരണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 200-ലധികം പേരെയാണ് കാണാതായിട്ടുള്ളത്. അവർക്കായുള്ള തിരച്ചിലാണ് 6ാം ദിനമായി ഇന്നും പുരോഗമിക്കുന്നത്. തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുണ്ട്, മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. ഇതിൽ തന്നെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് ഇതിനോടകം തന്നെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അല്ലാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിക്കാനാണ് നീക്കം നടക്കുന്നത്. അതടക്കം സർവ്വമത പ്രാർത്ഥനയോടെ ആയിരിക്കും സംസ്കാരം നടത്തുക എന്നതടക്കം മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വനാന്തരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും അടക്കം തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ദൗത്യസംഘം. സരീഷ് PK ഉണ്ട് വിശദാംശങ്ങളുമായി. സരീഷ്, ജീവന്റെ ഒരു നാമ്പെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ തിരച്ചിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരച്ചിൽ എല്ലായിടങ്ങളിലും പുനരാരംഭിച്ചു എന്നാണ് കരുതുന്നത്. എത്തരത്തിലാണ് ഇന്നത്തെ തിരച്ചിൽ ആദ്യ മണിക്കൂറിൽ പുരോഗമിക്കുന്നത്? അല്പം മുൻപാണ് 6 സോണുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വീണ്ടും പുനരാരംഭിച്ചത്. ഇന്നും രാവിലെ എല്ലാ സേനയുടെയും അല്ലെങ്കിൽ സേനാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിശോധനകളെല്ലാം നടക്കുന്നത്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ബേലി പാലത്തിന് സമീപത്താണ്. ഇവിടെയും ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഈ 6 സോണുകൾ, അതായത് മുകൾ മുതൽ, അതായത് ഈ ചൂരൽമലയുടെ മുകൾ ഭാഗം മുതൽ താഴോട്ടുള്ള ഓരോ മേഖലകളും സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെയെല്ലാം JCBകളും ഇറ്റാച്ചികളും ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ പുഞ്ചിരിമട്ടത്ത് മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. കാരണം കൂടുതൽ വീടുകൾ ഉണ്ടായിരുന്നത് ഈ മലവെള്ളപ്പാച്ചൽ ഉണ്ടായ ഈ സ്ഥലത്തോട് ചേർന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ആ വീടുകൾ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. ഇന്നലെ അവിടെ ആദ്യ മണിക്കൂറുകളിൽ, അതായത് ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ അങ്ങോട്ടേക്ക് ഈ വാഹനം അല്ലെങ്കിൽ യന്ത്രങ്ങളൊന്നും എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. സേനാംഗങ്ങൾ പോലും ഈ രക്ഷാപ്രവർത്തനത്തിനായി ഈ ഇടിഞ്ഞ സ്ഥലത്തുകൂടി റോപ്പ് ഉൾപ്പെടെ ഉപയോഗിച്ച് കയറിലൊക്കെ കെട്ടിയാണ് അല്ലെങ്കിൽ മരത്തിനോടൊക്കെ ബന്ധിപ്പിച്ചാണ് കയറിപ്പോയത്. അത്തരത്തിൽ അവിടെ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അവിടെ വീടുകളിൽ ആരും ഇല്ല എന്ന് ഉറപ്പാക്കി തിരിച്ചു വന്ന് പിന്നീട് വഴിയൊക്കെ റെഡിയാക്കിയതിനു ശേഷമാണ് അങ്ങോട്ടേക്ക് ഇന്നലെ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ എത്തിച്ചത്. എന്തായാലും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പാറക്കല്ലുകൾ നീക്കി പരിശോധിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധി എങ്ങനെ അഭിമുഖീകരിക്കും എന്നത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാവുന്നതും. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ സേനയ്ക്കൊപ്പം തന്നെ, കേന്ദ്ര സേനയ്ക്കൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ ഇപ്പോഴുണ്ട്. അവരെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം അത്തരത്തിലുള്ള സേനാംഗങ്ങൾ കൂടി ചെയ്യുന്നത്. എത്രത്തോളം ദുഷ്കരമാണ് ഈ പ്രവർത്തനം? എത്രത്തോളം ദുഷ്കരമാണെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ വിധി പോലെ. ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്? കൂടുതൽ ഈ ഒരു മേഖല തന്നെയാണ്. ഇവിടെ നമ്മളിങ്ങനെ ഫുള്ള് ചെയ്ത് വരുന്നുണ്ട്. എന്തെങ്കിലും മുടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ നമ്മളവിടെ സ്പോട്ട് ചെയ്ത് കൂടുതലായിട്ട് പരിശോധിക്കും. ഇപ്പോൾ കൂടുതലായിട്ട് ശരീരഭാഗങ്ങളാണ് കിട്ടി തുടങ്ങുന്നത്, മൃതദേഹങ്ങൾ കൂടുതലായി കിട്ടുന്നില്ല. ഈ കല്ലും മണ്ണും ഒക്കെ അടിച്ച് വരണല്ലേ, അപ്പോൾ ഫുള്ളായിട്ട് കിട്ടുക എന്നുള്ളത് ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ കിട്ടുന്ന ഭാഗങ്ങൾ കൂടുതൽ നമ്മൾ കെയർ ചെയ്ത് തന്നെ എടുക്കും.
ഏത് രീതിയിലാണ് തെരച്ചിൽ നടത്തുന്നത്? അതായത് മുഴുവൻ മണ്ണുകളും മാറ്റിയിട്ടുള്ള പരിശോധനയാണോ അതോ പർട്ടിക്കുലർ പോയിന്റ്സിലേക്കുള്ള പരിശോധനയാണോ? അത് നമ്മൾ ഈ മൊത്തത്തിലാണ്, അതായത് ഒരു ഭാഗം പോലും വിടാതെ എല്ലാ ഭാഗവും പരിശോധിക്കും. ഇന്നലെ ഈ ഭാഗം വരെ ചെയ്ത് നിർത്തിയതാണ്, അതിന്റെ ബാക്കിയായിട്ട് തന്നെ അവിടെ ചെയ്യുന്നത്. ആ ചെയ്യുന്നതിന്റെ അവിടെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ നമ്മൾ സ്പോട്ട് ചെയ്ത് പിന്നെ JCBയുടെ അത് മാറ്റി നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് പുറത്തെടുക്കും. ഈ പാറക്കല്ലുകൾ ഉൾപ്പെടെ വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുണ്ടോ? അത് പ്രതിസന്ധിയാണ്. അതിന് ഇതിന്റെ തുമ്പിക്കൈക്ക് മാറ്റാൻ പറ്റുന്ന അത്രയും മാറ്റും. അല്ല, എല്ലാം ഈ വലിയ പാറകളായാലും നമ്മൾ മൂട് തോണ്ടിയിട്ട് മറിച്ചിട്ടിട്ട് ആ ഭാഗം തോണ്ടിയിട്ട് അടുത്ത് വീണ്ടും ഫില്ല് ചെയ്ത് അങ്ങനെ തന്നെയാണ് പോണത്. ഒരു ഭാഗം പോലും വിടുന്നില്ല, എല്ലാ ഭാഗവും കവർ ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് ഈ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തും. കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുന്നുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ ഈ ഹിറ്റാച്ചി ഇതുപോലെയുള്ളത് തന്നെയാണ്. അല്ല, വേറെ നമ്മുടെ എക്യുപ്മെന്റ് പരിമിതമാണ്. ഇത് വെച്ച് നമ്മളെ കയ്യിൽ ഉള്ള സാധനം വെച്ച് മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മാത്രമല്ല, അങ്ങ് ആ ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മുണ്ടക്കൈ ഭാഗത്തോട്ട് നമ്മൾ കോഴ്സ് പോയിട്ടുണ്ട്. എല്ലായിടവും ഉണ്ട്. പിന്നെ താഴോട്ട് അവിടെ എല്ലായിടവും ഉണ്ട്. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചല്ലേ, ഫയർഫോഴ്സ് ജീവനക്കാരനാണ്. ആദ്യ ദിവസം മുതൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന സേനാംഗങ്ങളിലാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് JCBകൾ ഉപയോഗിച്ച് JCB ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രക്ഷാമാർഗം സ്വീകരിക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല. മുകളിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ ചില ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ആ മുണ്ടക്കൈ മേഖലയിൽ കൂടുതൽ പരിശോധന വരും മണിക്കൂറുകളിൽ നടത്തും. അതോടൊപ്പം തന്നെ ഈ ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. ആ ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ വെള്ളാർ സ്കൂളിന് ഉൾപ്പെടെയുള്ള പരിസരങ്ങൾ ചേർന്നതാണ്. അവിടെയാണ് കൂടുതലായി മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചത്. ആ ശരീര അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും ലഭിച്ച ഭാഗത്ത് കൂടുതലായി പരിശോധന നടത്തും എന്ന് തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ ഈ മണ്ണ് മാറ്റുമ്പോൾ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവിടെ കൂടുതലായി പരിശോധന നടത്തുക എന്നൊരു നീക്കമായിരിക്കും ഈ സേനാംഗങ്ങൾ നടത്തുക. അതിന് ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള ഭൂമി ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കുഴിച്ചുള്ള പരിശോധന തന്നെയാണ് ഏറ്റവും നിർണായകമാവുന്നത്. ഓരോ ഭാഗവും മണ്ണ് നീക്കി അവിടെ പരിശോധന നടത്തുക. അതിനുശേഷം അവിടെ വീണ്ടും മണ്ണിട്ട് മൂടി മറ്റ് മേഖലയിലേക്ക് കടക്കുക. ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ഒറ്റയടിക്ക് എല്ലാ മേഖലയിലേക്കുമുള്ള ഒരേ സമയം എല്ലാ മേഖലയിലും പരിശോധന നടത്തുക എന്നുള്ളത് പ്രാവർത്തികമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനും സാധിക്കില്ല. ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലെ പരിശോധന പൂർത്തിയാക്കുക, അവിടെ മനുഷ്യ സാന്നിധ്യമോ അല്ലെങ്കിൽ മനുഷ്യ അവശിഷ്ടങ്ങളോ ഒന്നുമില്ല എന്നൊരു സ്ഥിരീകരണത്തിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് കടക്കുക. അത് മൂടിയ ശേഷം അടുത്ത ഭാഗത്തേക്ക് കടക്കുക. പക്ഷെ അപ്പോഴും യഥാർത്ഥത്തിൽ ഈ പാറക്കെട്ടുകൾ തന്നെയാണ് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. ആ പാറക്കെട്ടുകൾ നീക്കി പരിശോധന നടത്തുക എന്നുള്ളത് വെല്ലുവിളി തന്നെയാണ്. നിലവിൽ ഏതെങ്കിലും രീതിയിൽ തട്ടിമാറ്റി, അതായത് പാറക്കെട്ടുകൾ സാധിക്കുന്ന രീതിയിൽ തട്ടിമാറ്റി അതിനടിയിലൊക്കെ പരിശോധന നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. അതായത് ഏതെങ്കിലും സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധന നടത്തുമ്പോൾ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും അതിൽ നിന്ന് രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളും ഒരു പ്രതിസന്ധിയായി തുടരുന്നുണ്ട്. എന്തായാലും പക്ഷേ ഈ പുഴ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ മറ്റ് സോണുകൾ കേന്ദ്രീകരിച്ചുമുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണ്. ഈ പുഞ്ചിരിമട്ടയ്ക്ക് താഴെ ഈ ചൂരൽമലയുടെ മുകളിലൊക്കെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം, അവിടെ കൂടുതലായി ഉപകരണങ്ങൾ എത്തിച്ചിട്ടില്ല. കാരണം ആ മേഖലയിലേക്ക് കൂടുതൽ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊന്നും അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ മാനുഷികമായി തന്നെയാണ് അല്ലെങ്കിൽ മനുഷ്യന് സാധ്യമാവുന്ന രീതിയിലുള്ള പരിശോധന തന്നെയാണ്, കുഴിച്ചുൾപ്പെടെയുള്ള പരിശോധനയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇതിനു മുകളിൽ സ്കൂളിന് സമീപത്തു നിന്നൊക്കെ ഇന്നലെയും മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഇന്നും പരിശോധന തുടരുന്നുണ്ട്. അവിടെ ഇപ്പോഴും വീടിന്റെ ഭാഗങ്ങൾ പലതും അടിഞ്ഞുകൂടിയ സാഹചര്യമുണ്ട്. അപ്പോൾ ആ വീടിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശമാണ് കൂടുതലായി നൽകിയിട്ടുള്ളത്. കാരണം ഒരേ സമയം വീടിന്റെ അടിത്തറ ഉൾപ്പെടെ മുകളിലെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും അടിത്തറ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അത് പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഉൾപ്പെടെ മാറ്റി അതിനടിയിൽ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ചില ആശങ്ക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം
രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തിടുക്കപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴുമുണ്ട്. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ അല്പസമയം മുൻപ് നമ്മൾ ജില്ലാ കളക്ടറുമായി സംസാരിച്ചപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള പരിശോധനയും തുടരും എന്ന് തന്നെയാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന തീരുമാനം ഇപ്പോഴെടുത്തിട്ടില്ല. രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുകയും രക്ഷാപ്രവർത്തകരുടെ ജീവഹാനി ഉണ്ടാവുകയും അല്ലെങ്കിൽ ജീവന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയും ചെയ്യുന്ന പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ജില്ലാ കളക്ടർ അത്തരത്തിൽ ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും 6ാം ദിനമായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. സരീഷ് പി.ക്കാണ് വിവരങ്ങൾ നൽകിയത്.